തിരക്കൊഴിഞ്ഞ് സന്നിധാനം മകരവിളക്ക് തൊഴുത് ദർശന സായുജ്യമടഞ്ഞ് മലയിറങ്ങിയത് ലക്ഷക്കണക്കിന് ഭക്തരാണ്. അതേസമയം അരവണ വിതരണ പ്രതിസന്ധി പരിഹാരമില്ലാതെ ഇവിടെ തുടരുന്നു എന്നതും വാർത്ത തന്നെയാണ്. എന്തായാലും സന്നിധാനത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ആനന്ദ് പുതൂറാണ്. ആനന്ദ്, ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് ഇനി തിരക്കുകളില്ലാത്ത നാളുകളാണ്. എന്തായാലും നട അടയ്ക്കാനിരിക്കുകയാണ്. വിവരങ്ങൾ. തീർച്ചയായും സന്നിധാനത്ത് തിരക്കൊഴിഞ്ഞെങ്കിലും സോപാനത്തിൽ തിരക്കൊഴിയാത്ത ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോഴും ഭക്തർ അയ്യപ്പനെ തൊഴുവാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന നീണ്ട ക്യൂ തന്നെയാണ് ഇവിടെ നമുക്ക് ദർശിക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ ഭക്ത ലക്ഷങ്ങളുടെ ശരണംവിളികളെ സാക്ഷിയാക്കി പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു. വൈകിട്ട് 6:46 സന്നിധാനത്തെയും പരിസരത്തെയും ശരണ സമുദ്രമാക്കി മകരവിളക്ക് തെളിഞ്ഞത്. മണിക്കൂറുകളോളം ദിവസങ്ങളും കാത്തിരുന്ന ഭക്തർക്ക് പ്രാർത്ഥനാ സാക്ഷാത്കാരത്തിന്റെ ഒരു നിമിഷമായി മാറുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്നെത്തിയ തിരുവാഭരണ ഘോഷയാത്ര സംഘത്തിന് വൈകിട്ട് 6 മണിയോടെ ശരംകുത്തിയിൽ വെച്ച് ദേവസ്വം ബോർഡ് അധികൃതർ വരവേൽപ്പ് നൽകി സന്നിധാനത്തേക്ക് ആനയിച്ചിരുന്നു. 18-ാം പടിക്ക് മുകളിൽ കുഴിമുരച്ചുവട്ടിൽ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ, എംഎൽഎമാരായ കെ.യു. ജനീഷ് കുമാർ, പ്രമോദ് നാരായൺ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത്, മറ്റു ദേവസ്വം ഭാരവാഹികൾ എന്നിവർ ചേർന്ന് ഈ തിരുവാഭരണ പെട്ടി സ്വീകരിക്കുകയും തുടർന്ന് തിരുവാഭരണം ശ്രീകോവിലേക്ക് ആചാരപൂർവ്വം ആനയിച്ച് തന്ത്രി കണ്ഠർ മഹേശ്വര മോഹനരും മേൽശാന്തി പി.എൻ. മോഹൻ നമ്പൂതിരും ചേർന്ന് സ്വീകരിച്ച് അയ്യപ്പനെ തിരുവാഭരണം ചാർത്തി. തുടർന്ന് മഹാദീപാരാധന കഴിഞ്ഞ ഉടൻ തന്നെ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് 3 പ്രാവശ്യം തെളിയുകയായിരുന്നു. മകരവിളക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ സന്നിധാനവും പരിസരവും ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ ഒരു കാഴ്ചയും മനസ്സിന് കുളിർമയേകിയ ഒരു സാഹചര്യം തന്നെയാണ്. മകരജ്യോതി ദർശനത്തിനായി ഏകദേശം 10ഓളം വ്യൂ പോയിന്റുകളാണ് ദേവസ്വം അധികൃതർ പോലീസും അടക്കമുള്ള ആളുകൾ ചേർന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് വീണ്ടും തിരക്കുകൾ തന്നെയാണ് ഉള്ളത്. അതായത് സോപാനത്തിൽ ഒരു തവണ കൂടി അയ്യനെ കണ്ട് തൊഴുത് പടിയിറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന ഭക്തരെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അരവണ വിതരണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി തന്നെയാണ്. ഇപ്പോഴും പൂർണ്ണമായും അത്തരത്തിലുള്ള ഒരു വിതരണം നടത്താൻ, അതായത് ഒരു ഭക്തന് യഥേഷ്ടം അരവണ നൽകാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് തീർച്ചയായും ദേവസ്വം ബോർഡിന്റെ ഒരു വീഴ്ച തന്നെയാണ് പറയുന്നത്. ആളുകൾക്ക് മണിക്കൂറുകളോളം നിൽക്കേണ്ട ഒരു സാഹചര്യവും പ്രസാദ കൗണ്ടറിന് മുകളിൽ ദിവസങ്ങളായി ഉണ്ടായിരുന്നു. എന്തായാലും തങ്ങളുടെ ശരി, ആവർത്തിച്ച് ഇത് വാർത്തയായപ്പോൾ പോലും ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറെ ഖേദകരം. പറഞ്ഞു മടുത്തതാണ് അരവണ പ്രതിസന്ധി. ഇതൊരിക്കലും പരിഹാരമാകാതെ നീണ്ടുപോകുന്ന ഒരു മണ്ഡല മകര തീർത്ഥാടന കാലം കൂടിയാണ് അവസാനിക്കുന്നത്.